നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിയമസഭയിൽ 2025 ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. സർവ്വ മേഖലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചത്. പ്രധാനമായും സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഈ മാസം തന്നെ കൊടുക്കുവാനാണ് ആ ഒരു ബജറ്റിൽ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ നൽകാനും 1 ലക്ഷം വീടുകൾ കൂടി വീണ്ടും പണിയുവാനുമാണ് ഇപ്പോൾ ബജറ്റിൽ തീരുമാനമായിരിക്കുന്നത്. ലൈഫിൽ 1 ലക്ഷം വീടുകൾ പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ലൈഫ് പദ്ധതി വഴിയുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഈ ഒരു ബജറ്റിൽ കൊടുത്തിരിക്കുന്നത്. 700 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ദുരിതാശ്വാസ പദ്ധതിക്കായി ആദ്യ ഗഡുവായി 750 കോടി രൂപയും ഈ ഒരു ബജറ്റിൽ നീക്കിവെക്കുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പെൻഷൻ വർധനവ് ഈ ഒരു ബജറ്റിലും ഉണ്ടായില്ല എന്നത് വലിയൊരു പോരാഴിക തന്നെയാണ്. എന്നാൽ ഇതുമായി സംബന്ധിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള 3 മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കുവാനാണ് സംസ്ഥാനത്ത് ഈ ഒരു ബജറ്റിൽ തീരുമാനമായിരിക്കുന്നത്. ആ ഒരു പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം തന്നെ കൊടുത്തു തീർക്കും എന്നാണിപ്പോൾ ധനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ചെയ്യാൻ പോകുക എന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. വിശദമായ അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക.